ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് എൻ്റെ ആവറേജ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 6 to 7 8 മണിക്കൂറാണ് ഡെയിലി. അതായത് ഞാൻ ഡെയിലി പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം ഫോൺ കളിക്കാനോ അല്ലെങ്കിൽ ഫോണിൽ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരു 6 7 മണിക്കൂറൊക്കെ മിനിമം ഞാൻ ചിലവാക്കിയിരുന്നു. സോ അന്ന് ഞാൻ ഫോണ് വേറെ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കലില്ല, ഫുള്ള് ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ അന്ന് കൊറോണ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം, അന്നാണ് ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്നും കൂടി ട്രെൻഡിങ് ആയി വന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പബ്ജി ബസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമ്മളെ ഈ ചെക്കന്മാരുടെ ഇടയ്ക്ക് ഒന്നും കൂടി ഡെവലപ്പ് ആയിക്കൊണ്ട് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യാൻ സമയം. സോ അന്ന് ഞാനും ഇങ്ങനെ 6 7 മണിക്കൂറും യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ സമയത്തും എനിക്ക് 5 മണിക്കൂർ 4 മണിക്കൂർ സ്ക്രീൻ ടൈം വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫുൾ ക്രിയേറ്റീവായിട്ട്, അതായത് നമുക്ക് ഉപകാരമുള്ള വർക്കിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ യൂസ് ചെയ്യല്. പക്ഷെ അന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല, ഫുള്ള് ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സംഭവമായിരുന്നു ഫോൺ. അതും 6 7 8 ചില ദിവസങ്ങൾ 8 മണിക്കൂർ വരെ ഡെയിലി ഫോണിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നു. വെറുതെ ഒരു റീൽസും കാര്യങ്ങളൊക്കെ ഫുള്ള് കൺസ്യൂം ചെയ്താണ്ട് ചിലവാക്കിയിരുന്നു. സോ ഒക്കെ ഞാൻ പറയാൻ പോകുന്നത് ഫോൺ അഡിക്ഷൻ എങ്ങനെയാണ് നമ്മളെ ലൈഫിനെ ബാധിക്കണമെന്നും അതുപോലെ തന്നെ നമ്മൾ അറിയാതെയാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ് അത് നമ്മളെ ബാധിക്കുന്നത്. സോ അതിനെ എങ്ങനെയാണ് അത് നമ്മളെ ബാധിക്കുന്നതും എങ്ങനെയാണ് നമ്മൾ ആ ഫോണിൻ്റെ ആ സംഭവത്തിലേക്ക് ക്രൈവ് ആയി പോകുന്നതെന്നും അതിനുള്ള സൊല്യൂഷൻ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളിവിടെ പുതിയതാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഉപശ്വർ. ഞാൻ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണ്, ഓരോ ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കല്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് തന്നെ ഒരു ഡോപ്പമിൻ്റെ സംഭവം പറയല. അതായത് നമ്മൾ മെയിനായിട്ട് ഈ ഫോണിൽ ഈ ലൂപ്പ് ആ സംഭവത്തിൽ നമ്മൾ പെട്ടുപോകുന്നത്, ഫോൺ അഡിക്ഷനിൽ നമ്മൾ പെട്ടുപോകുന്നത് ഒന്നാമത് നമ്മളെ ഡോപ്പമിൻ ക്രൈവിങ്ങിലാണ്. അതായത് ഈ ഡോപ്പമിൻ നമ്മളൊക്കെ ഹാപ്പിനെസ് കിട്ടുമ്പോഴാണ്. ഡോപ്പമിൻ നമുക്ക് ചില സംഭവങ്ങളൊക്കെ കിട്ടും, ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ സെക്സിലൊക്കെ 100% ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ 55% ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഫോണിൽ കളിക്കുമ്പോഴും നമുക്ക് എത്രത്തോളം, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോപ്പമിൻ എങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകിയേക്കാം. അതിന് 2 3 റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും, കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത റീലാണ് നമ്മൾ എടുത്തിട്ടായിരിക്കും കാണില്ല. പിന്നെ ഒരു പെട്ടെന്ന് ഒരു റീല് കാണും, അത് നമുക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുമോ. കാരണം അതിലത്തെ മ്യൂസിക്, അതിലത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിലത്തെ ആ വീഡിയോത്തെ ആളാരാണോ അങ്ങനത്തെ അതിലത്തെ ചിലപ്പോൾ അൽഗോരിതം സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അത് നമ്മുടെ പിന്നെ ആ റീല് പിന്നെ നമ്മൾ കാണും, പിന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യും, കാരണം അങ്ങനത്തെ റീലുകൾ ഇനിയും കാണാൻ. സോ അപ്പോൾ സംഭവം നമുക്ക് എന്തോ ഒരു ഹാപ്പിനെസ്, എന്തോ ഒരു ആ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ, എന്തോ ഒരു ബീജമൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിമക്ക് പെട്ടു പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇതിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും, നമ്മൾ പോലും അറിയാതെ നമ്മൾ എങ്ങനെയാണ് ആ ഫോണിൽ ലൂപ്പിൽ പെട്ടുന്നത് വരെ മെയിനായിട്ട് 4 സംഭവങ്ങൾ വെച്ചിട്ടാണ്. ഇത് ഫോൺ അഡിക്ഷന് മാത്രമല്ല, നമ്മൾക്ക് എന്ത് അഡിക്ഷൻ ആയാലും, ഈ ഫോൺ അഡിക്ഷൻ ആയാലും അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ ആയാലും അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് അഡിക്ഷൻ ആയാലും സംഭവം എന്തൊക്കെ ആയാലും നമ്മൾ മെയിനായിട്ട് 4 സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് പിന്നെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. സോ അപ്പോൾ ഫോണിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് 4 സംഭവങ്ങൾ പറഞ്ഞല്ലോ: ക്യൂ, ക്രൈവിങ്, റെസ്പോൺസ്, റിവാർഡ്. ഈ 4 സംഭവത്തിന്മേലാണ് നമ്മൾ ഏതൊരു സംഭവത്തിലും അഡിക്റ്റ് ആയി പോകുന്നത്. അതിൻ്റെ സയൻസ് ബേസ്ഡ് വരുന്ന സംഭവം ക്യൂ, ക്രൈവിങ്, റെസ്പോൺസ്, റിവാർഡ്. അതിലിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ എടുത്തു, അതിലിപ്പോൾ ക്യൂ എന്ന് പറയുന്നത് അതിക്ക് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിങ്ങനെ പഠിക്കാതിരിക്കാം, ഞാൻ 4 സംഭവങ്ങൾ നമ്മൾ എക്സാമിന് പഠിക്കാതിരിക്കുമ്പോൾ വെച്ചുകൊണ്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പഠിക്കാതിരിക്കുകയാണ്, ബുക്ക് വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ബൈ ഹാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഫോണുണ്ട്, ബട്ട് നമ്മൾ ഫോണിലേക്ക് നോക്കണില്ല, ഫോണിനെ കുറിച്ച് ചിന്തിക്കണില്ല. എങ്കിലും നമുക്ക് ആ ഒരു അഡിക്ഷനിലായിട്ട് നമ്മൾ പോകണില്ല, ലൂബിലേക്ക് നമ്മൾ പോകണില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നത് ബുക്കിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ബുക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് കാരണം പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരിക. ആ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് എന്ത്, ക്യൂ എന്ന് പറയുന്നത്. സോ നമ്മളെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നമ്മളെ മൈൻഡിൽ ഒരു സംഭവം ഇങ്ങനെ തുടങ്ങും. ആരാ മെസ്സേജ്, എന്താ മെസ്സേജ്, ആരാ മെസ്സേജ്, ഇപ്പോൾ ആരായിരിക്കും, വാട്സപ്പിലാണോ ഇൻസ്റ്റയിലാണോ, നമ്മളിങ്ങനെ നമ്മളെ മനസ്സിലെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. അതാണ് ക്രൈവിങ്. നമ്മൾ ആ സംഭവത്തിലോട്ട് പോകുകയാണ്, ആ അഡിക്ഷനിലോട്ട് നമ്മൾ പോകുകയാണ്. ഫസ്റ്റത്തെ നോട്ടിഫിക്കേഷൻ വന്നു, ക്യൂ വന്നു, അതായത് എന്തോ ഒരു സംഭവം വന്നു, അതിനുള്ളൊരു ക്യൂ വന്നു. ഇനിയിപ്പോൾ ക്രൈവിങ് ആണ്, നമ്മൾ ആ സംഭവത്തിലോട്ട് അങ്ങനെ ചാടുകയാണ്. സോ അപ്പോൾ എന്താ ചെയ്യും, നമ്മൾ എന്തിനാ ഒരു ത്വര ഉണ്ടാവുമല്ലോ നമ്മുടെ ഉള്ളിൽ, ആരെ പറ്റി മെസ്സേജ് അയച്ചത്, ആരെ പറ്റി എന്താ ഈ നേരത്തെ മെസ്സേജ് എന്നേരം നമ്മൾ എന്ത് ചെയ്യും, ആ സംഭവം എടുത്ത് നോക്കും. പിന്നെ നമ്മൾ റെസ്പോൺസ് കൊടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ആയിക്കാരൻ ചിലപ്പോൾ മെസ്സേജ് അയച്ചേക്കുക, അപ്പോൾ ഓൻ ചോദിച്ചും എന്തേലും ഇത് പഠിക്കുകയാണോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പരിപാടി, ഇങ്ങനെ വെറുതെ ഒരു മെസ്സേജ് അയച്ചും. സോ നമ്മളതിന് റെസ്പോൺസ് കൊടുക്കും, അതായത് നമ്മളതിന് റിപ്ലൈ കൊടുക്കും. ഇനിയിപ്പോൾ അതല്ല, നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റീല് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു ക്രിയേറ്റർ ആളാണ് ഒരു റീല് പുതിയ കിട്ടിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് റെസ്പോൺസ് ചെയ്യണം, ആ റീല് കാണും. അപ്പം തന്നെ നമുക്കൊരു റിവാർഡും കിട്ടും. റിവാർഡ് പറയുന്നത് ആ റീലിട്ട റീല് അല്ലെങ്കിൽ ആ ചങ്ങായി നമുക്ക് അയച്ച മെസ്സേജ്, നമുക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, ഇപ്പോൾ നിങ്ങളെ വുമൺ ആണെങ്കിൽ നിങ്ങളെ പിന്നെ പോയി ആണെങ്കിൽ നിങ്ങളെ വുമൺ ആള് മെസ്സേജ് അയച്ചിൽ നിങ്ങളൊന്നും കൂടി ഇമ്പ്രസ് ആയി.
സോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ. അപ്പം എന്തായി, നിങ്ങളവിടെ റെസ്പോൺസ് ചെയ്തു. അപ്പം നിങ്ങളെ ഫ്രണ്ട്, അതായത് നിങ്ങളെ റിലേഷൻഷിപ്പിന്റെ ഓപ്പോസിറ്റിലെ ആള് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കും. അതാണ് ഇത് അവിടെ ഇതാക്കണം, എന്ത് റെസ്പോൺസ്. നമ്മൾ അതിന് എന്താ ചെയ്യുക, അതിനെതിരെ പ്രവർത്തിക്കുക, അതായത് അതിന് റിപ്ലൈ കൊടുക്കുക. സോ ലാസ്റ്റ് എന്തായി, നമുക്ക് റിവാർഡ് കിട്ടി. ഓനിച്ച് മെസ്സേജ് അയച്ചല്ലോ, അല്ലെങ്കിൽ ആ റീല് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡോപ്പമിൻ ഹിറ്റ്, അതാണ് എന്ത് റിവാർഡ്. സോ ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ഫസ്റ്റത്തെ ക്യൂ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും, ക്രേവിങ് നമുക്കൊരു ത്വര വരും ആരെടുത്ത് നോക്കാൻ. എടുത്തു നോക്കി അതിന് റിപ്ലൈ നമ്മൾ കൊടുക്കും, അതാണ് റെസ്പോൺസ്. അല്ലെങ്കിൽ ആ റീല് നമ്മൾ കാണും, അതാണ് റെസ്പോൺസ്. ലാസ്റ്റ് നമുക്ക് അതിനൊരു റിവാർഡും കിട്ടും. ഇപ്പം നമ്മളെ ബോയ് ഫ്രണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഗേൾ ഫ്രണ്ട് നമുക്ക് മെസ്സേജ് അയച്ചു, ഒരു ഹാർട്ടിന്റെ ചിഹ്നം കെട്ടാൻ കഴിഞ്ഞാൽ എന്തേ നമുക്ക് അവിടെ റിവാർഡ്, അതാണ് നമ്മളെ ഡോപ്പമിൻ ഹിറ്റ്. സോ ഇനി നമ്മൾ ആ മെസ്സേജിൽ എങ്ങനെ നമ്മൾ പോലും അറിയാതെ നിന്ന് പോകും. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 സംഭവങ്ങൾ. ഇതിനെ ഇനിയിപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മളൊരു ഫോൺ അഡിക്ഷനിലോട്ട് അല്ലെങ്കിൽ ഏത് അഡിക്ഷനിലോട്ട് പോകാനുള്ള സംഭവങ്ങൾ ഒന്നുകൂടി പറയാം. ക്യൂ, ക്രൈവിങ്, റെസ്പോൺസ്, റിവാർഡ്. സോ ഇതിനൊരു സൊല്യൂഷൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് മൊബൈൽ അഡിക്ഷൻ, ഈ ഫോൺ അഡിക്ഷൻ നമ്മളെ ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ലൈഫിനെ നമ്മളെ പോലും അറിയാതെ നമ്മളെ മൈൻഡിനെ, നമ്മളെ ബ്രെയിനിനെ എങ്ങനെ ഫോൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമത്തെ അൽഗോരിതം കാര്യങ്ങളൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ഫസ്റ്റത്തെ ഒരു പ്രശ്നമാണ്, ഒരു നെഗറ്റീവായ സംഭവമാണ്. നമ്മളെ മറ്റുള്ളവരുമായി കണ്ട് നമ്മൾ പോലും അറിയാതെ കമ്പയർ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ പോലും അറിയാതെ മറ്റുള്ള ആൾക്കാരുമായി, മറ്റുള്ളവരുടെ ലൈഫുമായി നമ്മൾ ലൈഫിനെ കമ്പയർ ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഫസ്റ്റത്തെ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത പറയാം. സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ എല്ലാവരും ഒരു 99% ആൾക്കാരും ഓൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സ്റ്റോറി ഇടുള്ളൂ, അപ്ലോഡ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു ടൂർ പോയി, ഓന് രണ്ടാൾക്കാർ ടൂർ പോയി, ട്രിപ്പ് പോയി കഴിഞ്ഞാലും ട്രിപ്പ് പോയത് ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ നല്ല ഇഷ്ടപ്പെട്ട പ്ലേസസും ഓലെ വണ്ടിൻ്റെയും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ സ്റ്റോറി ഇടുള്ളൂ. നേരെ മറിച്ച് ആ വണ്ടി അഥവാ ഇപ്പോൾ റോഡിൽ ആക്സിഡന്റ് ആയി, അല്ലെങ്കിൽ ഓൾക്ക് എന്തെങ്കിലും വിഷമ ഘട്ടം വന്നു, ഓൾക്ക് ടിക്കറ്റ് ഇട്ടില്ല, അങ്ങനത്തെ സംഭവം, അല്ലെങ്കിൽ വണ്ടീൻ്റെ ടയർ പഞ്ചറായി, ഇങ്ങനത്തെ സംഭവങ്ങൾ ആരും സ്റ്റോറി മെൻഷൻ കൊടുക്കുക. ഇനി ഇടുകയാണെങ്കിൽ അതിൽ ഫണ്ണാക്കി രൂപത്തിലിട്ടുള്ളൂ. സോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആരും, സോഷ്യൽ മീഡിയയിൽ എല്ലാ ആൾക്കാരും പങ്കുവെക്കുക, മറ്റുള്ളവരിത് കാണുമ്പോൾ ഓർക്ക് മനസ്സിലൊരു സന്തോഷം വരണം, അല്ലെങ്കിൽ മഞ്ഞോടെ ഒരു അസൂയ വരണം. അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം മാത്രമേ അതായത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ, അത് മാത്രമേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായാലും എയിലായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുള്ളൂ. നമ്മളെ വിഷമ ഘട്ടങ്ങൾ ആരും നമ്മൾ ഒരിതിലും പോസ്റ്റ് ചെയ്യൂല. സോ അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റ എടുത്ത് നോക്കുമ്പോൾ ഒരു ചങ്ങായി നമ്മൾ ഇൻസ്റ്റ എടുത്ത് നോക്കിയപ്പോൾ ഒരു സ്റ്റോറി, ഒരു ചങ്ങായി ട്രിപ്പ് പോയിക്കുന്നു, അല്ലെങ്കിൽ മറ്റു ചങ്ങായി ഐഫോൺ എടുത്തിരുന്നു, അല്ലെങ്കിൽ മറ്റു ചങ്ങായി പുതിയ വണ്ടി എടുത്തിരുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഓരോ ലൈഫിൽ നടന്ന സെറ്റ് നല്ല ആടാറ് ശരിക്കും സംഭവങ്ങളാണ്. അതല്ലെങ്കിൽ വേറെ ചങ്ങായിൻ്റെ റീൽ എടുത്ത് നോക്കിയാൽ പോകുന്നത് ഫുള്ള് ചെക്കന്മാരിപ്പോൾ കറങ്ങുന്നത്, ഫുള്ള് അടിച്ച് പൊളിച്ച് കിടക്കുന്നത്, നല്ല BGM ഒക്കെ ഇട്ടുള്ള സ്റ്റോറിയാണ്. സോ അപ്പം നമ്മൾ തന്നെ കമ്പയർ ചെയ്യും. എനിക്ക് ഐഫോൺ ഇല്ലല്ലോ, എനിക്ക് ഓൻ്റെ പോലത്തെ ഒരു വണ്ടി ഇല്ലല്ലോ, എനിക്ക് ഓൻ്റെ പോലത്തെ ഒരു ചെക്കന്മാരില്ലല്ലോ, ഓൻ്റെ ലൈഫ് ഫുള്ള് സെറ്റാണ്, എൻ്റെ ലൈഫ് ഫുള്ള് സ്ട്രഗിളിങ് ആണ്. സംഭവം ഓൻ്റെ ലൈഫ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 90% ഫുള്ള് പ്രശ്നങ്ങളേക്കാണ്. ഓനിക്ക് വലിയ ജോലി ഉണ്ടാവില്ല, എക്സാമിന് പാസ്സായിട്ടുണ്ടാവില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷെ ഓന് സ്റ്റോറി ഇട്ടൊക്കെ ഇങ്ങനെ നടക്കേക്കാം. നമ്മളെന്ത് ചെയ്യും, അതിലേറെ സംഭവം ലൈഫ് നമ്മളതേക്കാരം സെറ്റ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ പോലും അറിയാതെ കമ്പയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാരാണ്. അത് നമ്മൾ പോലും അറിയില്ല. നമ്മൾ സ്റ്റോറി കാണുമ്പോൾ ഓന് ലൈഫ് എന്താ സെറ്റാണല്ലേ, നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മളെ വർക്ക് പോലും മറന്നു പോകുന്നൊരു സംഭവമാണത് സോഷ്യൽ മീഡിയ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നമ്മളെന്ത് ചെയ്യാണ്, മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മളെ ലൈഫിനെ കമ്പയർ ചെയ്യാണ്. രണ്ടാമത്തേന് മെയിനായിട്ട് ഈ സ്റ്റഡീസ് പറയണത് 96 പ്രാവശ്യം ഒരു ദിവസം നമ്മളെ ഫോൺ ഓപ്പൺ ചെയ്യേണ്ടെന്നാണ്. അപ്പോൾ സ്റ്റഡീസ് പറഞ്ഞ സംഭവമാണ്, ഞാൻ പറഞ്ഞ സംഭവമല്ല. ഇനിയിപ്പോൾ അത് നിങ്ങൾ ഡെയിലി എത്ര വട്ടം തുറന്നു നോക്കുന്നുണ്ട് നോക്കിയാണ്ട് കമൻറ്റ് ബോക്സിൽ വന്നാണ്ട് കുറച്ചുകൂടി ഇല്ലാക്കണം. ഞാൻ പറഞ്ഞു വന്നത് സ്റ്റഡീസ് പറഞ്ഞ സംഭവമാണ്. അതായത് ഒരു ഏകദേശം പറയാൻ, നമ്മളും ഫോണിൽ ഒരു ആള്, അതായത് മെയിനായിട്ട് 15 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെ ഉള്ളിലൊരു ഒരാൾ ഡെയിലി 96 തവണ മൂപ്പരെ ഫോൺ അൺലോക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ അൺലോക്കിങ്ങിലും നമ്മൾ കാണുന്നത് ഞാൻ അതേമാതിരിക്ക് പറഞ്ഞാൽ ഓരോരുത്തരുടെ ലൈഫാണ്. നമ്മൾക്കൊരു ക്ലാരിറ്റി കിട്ടൂല. കാരണം സോഷ്യൽ മീഡിയയിൽ ആരും ഒരാൾ ലൈഫ് സക്സസ് ആണെന്ന് കരുതിയാണ്ട് പോസ്റ്റ് തന്നെ അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ പറ്റ കുറവാണ്. സോ ഇപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഈ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് കണ്ടന്റ് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റില്ല. കാരണം നമുക്ക് ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ്സ്, ചേഞ്ചസ്, ലൈഫിൽ സക്സസ് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളെ കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ കുറവേക്കാരം. സോ അപ്പം അതിൽ ഫുള്ള് ആൾക്കാർക്ക് ഒരു അൽഗോരിതം സെറ്റ് ആവണം. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആയാലും ഇൻസ്റ്റാഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ അതിൻ്റെ അൽഗോരിതം ബേസ്. നമ്മളിപ്പോൾ ഫിറ്റ്നസിൻ്റെ വീഡിയോസ് മുഴുവൻ കാണുകയാണെങ്കിൽ നമ്മളിൽ വരുന്ന ഫുള്ള് ഫിറ്റ്നസിൻ്റെ വീഡിയോസ് കാരണം
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് കാണുന്നത് സെൻസിറ്റീവ് കണ്ടന്റ് ആണെന്ന് നമ്മളെ ഫുള്ള് അങ്ങനത്തെ കയറാം. നമ്മളെ ബ്രെയിൻ എന്താണോ ആവശ്യമുള്ളത് അതാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം ആയാലും ഏത് പ്ലാറ്റ്ഫോം ആയാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും തരുന്നത് നമുക്കതാ. അപ്പം നമ്മൾ ആ ക്ലാരിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്. ഈ 96 തവണ നമ്മൾ ഈ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടതും വേണ്ടാത്ത ഈ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലോട്ട് ഇൻഫർമേഷൻ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം നമ്മളെ വർക്കായാലും നമ്മളെ പഠനമായാലും ഈ സംഭവങ്ങളൊക്കെ അവിടെ ഡിസ്റ്റർബ് ചെയ്യാം. സംഭവം രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് നമ്മൾ ഫോൺ 96 തവണ അൺലോക്ക് ചെയ്തിട്ടെന്നാണ് പറയണത്. എനിക്ക് മേജർ കണക്കൊന്നും നമുക്ക് ഡെയിലി എത്ര തൊട്ട് എടുത്ത് നോക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. സോ അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തേ ഉള്ളൂ, ഈ 96 തവണ നമ്മൾ തുറക്കുമ്പോൾ നമ്മൾ മെന്റലി ഈ 96 തവണ ക്ലാരിറ്റിയിൽ നിന്ന് അൺക്ലാരിറ്റിയിലേക്ക് പോവുകയാണ്. സോ മൂന്നാമത്തെ സംഭവമാണ് നമ്മളെ റിയാലിറ്റിനെ ഫോണിന് ശരിക്ക് നിർത്താൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റിനോടെ സ്റ്റോപ്പ് ചെയ്ത് കണ്ടി വേറെന്തോ സംഭവം വേറെ ലോകമാണ് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തരുന്നത്. ഇപ്പം എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു പോൺ സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാം കാണാൻ പറ്റും. സോ ഒരു പോൺ സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. പക്ഷേ റിയൽ ലൈഫൊക്കെ സക്സസിലേക്ക് വരുമ്പോൾ സംഭവം അതല്ലാതെ നടത്തുക. സോ അപ്പം നമ്മൾ റിയാലിറ്റീനോട് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പോണ് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ ബ്രെയിൻ എന്താ വിചാരിക്കുന്നത്, സെക്സ് എന്ന് പറഞ്ഞാൽ സംഭവം അതാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം എന്താ കാരണം നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന ഞാൻ ഈ കണ്ട സംഭവങ്ങൾ മുഴുവൻ എനിക്ക് കിട്ടണം, എന്നാലേ ഞാൻ എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ ബ്രെയിൻ എത്തി. അത് നമ്മൾ ഓരോ പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഈ ചെറുപ്പം മുതലേ അന്തം വെച്ച് മുതലേ ഈ 14, 15, 16 വയസ്സിൽ വരെ നമ്മൾ കണ്ടുവരുന്നത് പോണ. അപ്പം നമ്മൾ വിചാരം സെക്സ് എന്ന് പറയുന്നത് ഈ പോൺ സൈറ്റിൽ കാണുന്ന സംഭവങ്ങൾ മാത്രമാണ്. സോ ഒരിക്കലും അതല്ല. നമ്മുടെ റിയൽ ലൈഫിലെ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫോണിൽ കണ്ട ഒരു പെർസെൻറ്റേജ് സംഭവങ്ങളായാലും ഉണ്ടാവില്ല റിയൽ ലൈഫിലേക്ക് എത്തുമ്പോൾ. സോ അപ്പം എന്ത് ചെയ്യും, അവിടെ റിയാലിറ്റിനെ ഈ പോൺ സൈറ്റ് അവിടെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞു. സോ അപ്പോൾ ഏത് സംഭവത്തൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഡ്രഗ്സിൻ്റെ കാര്യത്തിലായാലും നമ്മളെ ഫാമിലിയായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഒരാളോട് സംസാരിക്കുന്ന കാര്യത്തിലായാലും ഏതിലെടുത്ത് നോക്കി കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊരു സംഭവം. എന്നാൽ നേരെ റിയാലിറ്റി ആണെങ്കിലോ റിയാലിറ്റി സംഭവം നടക്കുന്നത് വേറൊരു സംഭവം തന്നെ ഈ കാര്യം. ഇപ്പോൾ ഒരു സിനിമ കണ്ടാൽ തന്നെ ആ സിനിമ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു പ്രൊപ്പറേഷൻ ചെയ്യിക്കാൻ നമ്മൾ മുന്നേക്ക് കാണിച്ചില്ല. ഒരു അഫെയർ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവണതോ സ്റ്റോപ്പ് ആവണതോ അല്ലെങ്കിൽ ഒരാളെ കൊല്ലണതോ, എന്നിട്ട് ആ സിനിമയുടെ ലാസ്റ്റ് തന്നെ ഓരോ കൊന്ന ആളെ റിവെഞ്ച് എടുക്കുന്നതും ഓരോ റിലേഷൻഷിപ്പ് സെറ്റ് ആവുന്നതും ആ സിനിമ ഒരു ഹാപ്പി മൂഡിൽ എൻഡ് ചെയ്യും. പക്ഷേ നമ്മുടെ ലൈഫ് റിയാലിറ്റി ആയിരുന്ന സംഭവം അങ്ങനെയല്ല. നമ്മളെന്ത് ചെയ്യും, ഇതാണ് റിയാലിറ്റി നിർത്തിക്കൊണ്ട് വരും. പക്ഷെ റിയാലിറ്റിയിൽ ആ ഒരു പെർസെൻറ്റേജ് മാത്രം ഒരു പെർസെൻറ്റേജ് പോലും ഉണ്ടാവില്ല. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ഫോണിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നെഗറ്റീവ്. ഒന്ന് നമ്മളെ തന്നെ കമ്പയർ ചെയ്യും. പിന്നെ നമ്മൾ 96 തവണ ഈ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ മൈൻഡ് ക്ലാരിറ്റിയിൽ നിന്ന് പോകുകയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റിയാലിറ്റിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വേറെ ലോകത്തോട്ട് പോകുകയാണ്. സോ ഇപ്പം നിങ്ങളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ കുറച്ച് മുന്നേ കേട്ടിട്ടുണ്ട്, ഈ കൊറിയത്തെ ചെക്കന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുറച്ച് പെണ്ണുങ്ങൾക്ക് പോകുക. സോ ഓരോ മൈൻഡ് കുറ്റം പറയല്ല, ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ മൈൻഡ് അങ്ങനെയാണ് അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം ഓരോ സോഷ്യൽ മീഡിയയിൽ കണ്ടത് അങ്ങനെയാണ്. സോ റിയാലിറ്റി സംഭവം അതായി. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഫോൺ സ്ലോ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷന് നമുക്ക് എങ്ങനെ ഈ ഫോണിൻ്റെ ആ ഒരു അൺക്ലാരിറ്റി മൈൻഡിൽ നിന്ന് ആ സംഭവം എന്നൊക്കെ മാറിയാണ്ട് നമുക്ക് നമ്മളെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ മൊബൈൽ അഡിക്ഷൻ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഈ സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ കുറക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ലോഗ് ഔട്ട് ട്രിഗേഴ്സ് ആപ്സ് നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് ഏതാരും ആപ്പാണോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ആപ്പാണ് നമ്മളെ ശല്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവമാണ് നമ്മളെ ഫോണിൽ നമ്മളെ ശല്യപ്പെടുത്തുന്നത് ആ സംഭവം ലോഗ് ഔട്ട് ചെയ്യാൻ തന്നെയല്ലോ നിവർത്തിയുള്ളൂ. ലോഗ് ഔട്ട് പറഞ്ഞാൽ കാലകാലത്തിനല്ല. സോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മങ്ക് മൂഡ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സമയത്തേക്ക് സംഭവം ലോഗ് ഔട്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഈ സൊല്യൂഷനൊക്കെ ഞാൻ പറയണത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു ബുക്കിൽ നിന്നും സംഭവങ്ങളൊക്കെ എടുത്ത സംഭവങ്ങളാണ്. സോ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന സംഭവങ്ങളാണ്, പ്രാക്ടിക്കലായിട്ട് നമുക്ക് നടത്താൻ പറ്റും. സോ ഫസ്റ്റ് തന്നെ പറഞ്ഞത് നമ്മൾ ഏത് ആപ്പാണോ അല്ലെങ്കിൽ ഏത് സംഭവങ്ങളാണോ നമ്മളെ ട്രിഗർ ചെയ്യുക ആ സംഭവങ്ങളെ നമ്മൾ ബ്ലോക്ക് ചെയ്യാന്നൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ആപ്പ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഒരു ആപ്പ് തന്നെ ഉണ്ട് നമ്മളെ ഫോണിൽ മുഴുവൻ കൺട്രോൾ ചെയ്യണം, അങ്ങനത്തെ ആപ്പുകൾ തന്നെ ഉണ്ട്. സോ അത് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അങ്ങനെ ചെയ്യാം. രണ്ടാമത്തേണ് മേക്ക് യുവർ ഫോണ് ബോറിങ്. അതായത് ചില ആൾക്കാർക്ക് ഫോൺ എടുത്ത് കളിച്ചാന്നുള്ളത് ഒരു വലിയ ഡോപ്പമിൻ ഹിറ്റും അങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ഫോൺ എടുത്ത് കളിക്കുക അങ്ങനത്തെ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് കുറവേക്കാം. അങ്ങനത്തെ ആൾക്കാരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൈഫിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കാരണം ഇപ്പോൾ ഒരു ഡെയിലി ഒരു 12 മണിക്കൂർ പണിക്ക് പോകുന്ന ഒരാൾ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 9 to 9 മോർണിംഗ് 9 to 9
ഒരു 12 മണിക്കൂർ ജോലിക്ക് പോകുന്ന ഒരാളാണ്. അപ്പം മൂപ്പർക്ക് ജോലിൻ്റെ ഇടയിൽ അധികം സമയമൊന്നുമില്ല. റെസ്റ്റ് ടൈമിൽ ഉച്ചക്ക് ആകെ അരമണിക്കൂറൊക്കെ ഫുഡ് കഴിക്കാൻ സമയം 1 മണിക്കൂറൊക്കെ ഉള്ളൂ. അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ മൂപ്പര് സ്ക്രീൻ ടൈം എടുത്ത് നോക്കി മതി. മൂപ്പർക്ക് അധികം സ്ക്രീൻ ടൈം ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അഥവാ ഫോണിൽ കളിക്കുകയാണെങ്കിൽ തന്നെ മൂപ്പര് വീട്ടിൽ വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ വീട്ടിൽ വന്നാലും മൂപ്പര് വേഗം ഉറങ്ങുക എല്ലാ പരിപാടികൾ ചെയ്യും. കാരണം എന്താ വെച്ചാൽ പിറ്റേന്ന് നേരത്തെ നീച്ചാണ്ട് ഈ സമയത്ത് പണിക്ക് പോകേണ്ട ആളാണ്. സോ അപ്പം എന്ത് ചെയ്യുക, നിങ്ങളെ ഫോണിനെ ബോറിങ് ആക്കുക. ഫോണിൽ കളിച്ചുന്ന സംഭവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബോറിങ് ആക്കി മാറ്റുക. എൻ്റെ മൈൻഡിന് അതും ആവശ്യമില്ല. ഫോണിൽ റീല് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് സന്തോഷം, ഹാപ്പിനെസ്, ഈ ഡോപ്പമീൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളെ ബ്രെയിനെ നിങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്യാം. മൂന്നാമത്തെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണിത്. മൂന്നാമത്തെ ഒരു സൊല്യൂഷനാണ് അതിന് മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചോദിച്ചാൽ. നമ്മൾ ഫോൺ അഡിക്ഷൻ നിർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചോദിച്ചത്. ഇതെങ്ങനെയാ വെച്ചാൽ അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്ന ബുക്ക് ഉണ്ട്. അതിൽ അങ്ങനെ നമുക്ക് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാം, ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യാം എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. ജെയിംസ് ക്ലിയർ എന്നാണ് ആ ബുക്കിൻ്റെ ഓതറിൻ്റെ പേര്. മൂപ്പര് അതിൽ പറയുന്നുണ്ട്, മൂപ്പരൊക്കെ ചെയ്ത ഒരു മെത്തേഡ് പറയുന്നുണ്ട്. നമ്മൾ ഫോൺ അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഫോൺ ഒരാളുടെ കയ്യിൽ കൊടുക്കുക. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പ് നമ്മുടെ വീട്ടിലുള്ള ഒരാളുടെ, അതായത് നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ വീട്ടിലുള്ള ആയിരത്തിലും ഫോൺ കൊടുത്തിട്ട് ഓലോട് അതിനുള്ള ഒരു സ്ക്രീൻ ലോക്ക് സെറ്റ് ചെയ്യാൻ പറയാം. അതിൻ്റെ ലോക്ക് നമുക്ക് അറിയില്ല. സോ എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം, അതായത് ഓലോട് തന്നെ പറയാം നമ്മളെപ്പോഴും വന്ന് ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരരുത്. സോ ഫോണിൻ്റെ ലോക്ക് നമുക്കറിയില്ല, ഫോൺ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു ലോക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് നമുക്ക് അത്യാവശ്യം ഘട്ടങ്ങളിൽ മാത്രം ഫോൺ ഓരോട് ചോദിച്ചാൽ ഒരു ലോക്ക് അൺലോക്ക് ചെയ്യുക. ഇത്ര സമയം ഒരു തരും, ആ സമയത്തിനുള്ള ഫോൺ നോക്കിയാണ്ട് ഓൽക്ക് തന്നെ കൊടുക്കുക. സോ ഇതാണ് പറയണത്, നിങ്ങളിങ്ങനെ നമ്മളെ തന്നെ ലോക്ക് ആക്കണം എന്നല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുന്ന സമയം ഉണ്ടാവുമല്ലോ, ഒരു സമയം, ഒരു മന്ത് മൂഡ് എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ നിങ്ങൾ 6 മന്ത് ഒരു കോഴ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് ഒരു ലാസ്റ്റത്തെ ഒരു ഫൈനൽ ബോർഡ് എക്സാം വരുന്നുണ്ട്, നിങ്ങളൊരു MBBS സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി നല്ല വർക്ക് ഹാർഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഫോൺ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞില്ല, നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ മൈൻഡിലത്തെ ക്ലാരിറ്റി പോകുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ആ ഒരു ഫ്ലോ, ആ വർക്കിലേക്കില്ല ക്ലാരിറ്റി, ആ വർക്കിലേക്കില്ല ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു 6 മന്ത് കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഒരു 3 മാസം വരെ നിങ്ങൾക്ക് പഠിക്കാണ്ട്, 3 മാസം കഴിഞ്ഞൊരു ബോർഡ് എക്സാം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വല്ല കണ്ടന്റ് ക്രിയേഷൻ നമ്മുടെ ബിസിനസ്സോ സംഭവം എന്തെങ്കിലും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 3-4 മാസം നിങ്ങൾ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആകാൻ പറ്റില്ല, മൈൻഡിക്ക് അധികം ആവശ്യമില്ലാത്ത സംഭവങ്ങൾ കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താ, ഈ സംഭവം ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സംഭവമാണ്. കാരണം ഇപ്പോൾ അതല്ല, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ് എഴുതിയാണ് ഇങ്ങനത്തെ സംഭവം എത്ര ലോക്കാക്കൊന്നും വേണ്ട. എന്ത് ചെയ്യാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ 3-6 മാസത്തേക്ക് ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരാളെ ഹെൽപ്പ് എന്ത് സംഭവത്തിനുണ്ടെങ്കിലും നമ്മൾ മനുഷ്യന്മാരെ പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞ മാതിരി നമ്മുടെ സോഷ്യൽ ആനിമലാണ്. അപ്പോൾ നമുക്ക് മനുഷ്യന്മാരെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യം അതിനെ കൺട്രോൾ ചെയ്ത് പോകാൻ നമുക്ക് കഴിയും. ഈ ലാസ്റ്റത്തെ ഒരു ഇതാണ് സൊല്യൂഷനാണ് ഇൻക്രീസ് ദി ഫിക്ഷൻ. നമ്മൾ പറഞ്ഞ മാതിരി നിങ്ങളിപ്പോൾ ഏറ്റവും നോക്കില്ല അഡിക്ഷൻ ഈ ഏർലി മോർണിംഗ് എഴുതിയിട്ട് ഉടനെ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന ഒരാളാണ്. ഏർലി മോർണിംഗ് ഫോൺ സ്ക്രോൾ ചെയ്താൽ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫുള്ള് ആൾക്കാർ ലൈഫിൽ സക്സസ് ആയത്, ആൾക്കാരെ ലൈഫിൽ ഉണ്ടാവുന്ന ഹാപ്പിനെസ് ആയി കാര്യം ഒന്ന്. പിന്നെ ഫോണിൽ ഉണ്ടാവുന്നത് നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യമായി കാര്യം, ഈ ഫുള്ള് ന്യൂസ്, അല്ലെങ്കിൽ ഒരാൾ തൂങ്ങി വച്ചു, അല്ലെങ്കിൽ ഒരു കുട്ടി അവിടെ വീണു, മറ്റേത് മറിച്ചത്, ഫുള്ള് നമ്മളെ മൈൻഡിനെ സാഡ്രസ് ആക്കണേ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അങ്ങനത്തെ സംഭവങ്ങൾക്കേക്കാരം ഫുള്ളും കൂടുതൽ ഈ ന്യൂസിൽ വരിക. നേരെ കുറച്ച് ഫോണിൽ ഇൻസ്റ്റഗ്രാമിൽ സംഭവങ്ങൾ വരിക, ഫുൾ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുന്ന സംഭവം. ഓല് ഇഫ്താർ മീറ്റ് ഉണ്ടാക്കുന്നതും, അതുപോലെ തന്നെ ഓല് ബൈക്ക് വാങ്ങുന്നതും ഐഫോൺ വാങ്ങണം കേൾക്കാം. അപ്പോൾ നമ്മൾ ഈ രാവിലെ തന്നെ നമ്മളെ ഫ്രഷ് ബ്രെയിനാണ്, ഈ ബ്രെയിൻക്ക് തന്നെ ഈ സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ബ്രെയിൻ അപ്പം തന്നെ ഡൗൺ ആവും. പിന്നെ ആ ഡെയിലി നമുക്ക് വലിയ ക്ലാരിറ്റി, വലിയ പെർഫോം ചെയ്യാനൊന്നും പറ്റില്ല. സോ അപ്പോൾ ഈ ഏർലി മോർണിംഗത്തെ പ്രശ്നം മാറ്റണം എന്ത് ചെയ്യുക, ഇൻക്രീസ് ദി ഫിക്ഷൻ. അതായത് നമ്മൾ കിടക്കുന്ന റൂമിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഫോൺ മാറ്റിയേക്കുക. അതായത് കുറച്ച് ദൂരത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് ഫോണൊക്കെ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആസ് എ പോസിബിൾ പവർ ഓഫ് ഒക്കെ ആക്കി വെക്കുക. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഏർലി മോർണിംഗ് നമ്മളതിൽ ചിന്തിക്കും, ഇനിയിപ്പോൾ അവിടെ പോയി ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ഒക്കെ തുറന്ന് ഫോണിൽ കളിക്കണമല്ലോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. സോ അപ്പം എന്ത് ചെയ്യുക, ആ ഒരു ഫോണിൽ കളിക്കാനുള്ള സംഭവം, ആ ഒരു ഫിക്ഷൻ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചാണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഹെൽത്തിന് കുറേ പ്രശ്നങ്ങൾ